ഓൾ വെൽക്കം ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 14 മാർക്കിനൊക്കെ മൊഡ്യൂൾ 5 ചോദിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ ട്രീ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം, പിന്നെ അതിൻ്റെ അൽഗോരിതം. സോ ഡിസിഷൻ ട്രീ എന്താണെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. അപ്പോഴും അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, ഇപ്പോൾ ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. ആദ്യം ഡിസിഷൻ ട്രീനെ പറ്റി ഒരു 2 പോയിൻറ്റ്സ് നോക്കാം. ഇറ്റ് ഈസ് എ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക് യൂസ്ഡ് ഫോർ ബോത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ പ്രോബ്ലം. അതായത് ഈ ഡിസിഷൻ ട്രീ മെത്തേഡ് എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ സൂപ്പർവൈസ്ഡിൻ്റെ ക്ലാസിഫിക്കേഷനിലും റിഗ്രഷനിലും യൂസ് ചെയ്യാറുമുണ്ട്. ഓക്കെ, ഇൻ ഇറ്റ് ദ ഇൻറ്റേർണൽ നോഡ് റെപ്രസെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡേറ്റ സെറ്റ്. അതായത് ഡിസിഷൻ ട്രീ എന്ന് പറയുമ്പോഴത്തേനും ഒരു മെയിൻ റൂട്ട് നോഡ് കാണും, താഴെ ഇൻറ്റേർണൽ നോഡ്സും കാണും അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഇൻറ്റേർണൽ നോഡാണ് ഡേറ്റ സെറ്റിൻ്റെ ഫീച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ബ്രാഞ്ചസ് റെപ്രസെൻറ്റ് ദ ഡിസിഷൻ റൂൾ. ഈ ബ്രാഞ്ചസ് ഇല്ലേ, അതായത് റൂട്ടിൽ നിന്ന് ലെഫ്റ്റിൽ പോകണം, റൈറ്റിൽ പോകണം, അങ്ങനത്തെ ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നു, ഡിസിഷൻ റൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുകയും ഈച്ച് ലീഫ് നോഡ് റെപ്രസെൻറ്റ് ദ ഔട്ട്കം. ഈ നമ്മുടെ തുമ്പറ്റത്ത് വരുന്ന ലീഫ് നോഡ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഔട്ട്കം തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ നോഡ് എന്ന് പറയുന്നത് ഡേറ്റ സെറ്റിൻ്റെ അകത്തുള്ള, മീൻസ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ കൊടുക്കുന്ന ഡേറ്റ സെറ്റ് ഇല്ലേ, ആ ഡേറ്റ സെറ്റിൻ്റെ അകത്തുള്ള കമ്പോണൻസിൻ്റെ ഫീച്ചേഴ്സിനെയാണ് പറയുന്നത്. ഈ ബ്രാഞ്ചസ് ഡിസിഷൻ റൂളും നമ്മുടെ ലീഫ് നോഡ് ഔട്ട്കമ്മിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 പോയിൻ്റ് പഠിച്ചു. എന്താണ് ഡിസിഷൻ ട്രീ? ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതിൻ്റെ അകത്തുള്ള ക്ലാസിഫിക്കേഷനിലായാലും റിഗ്രഷനിലായാലും അതെന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഡിസിഷൻ ട്രീ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ നോഡ് എന്ന് പറയുന്നത് ഡേറ്റ സെറ്റിൻ്റെ ഫീച്ചറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബ്രാഞ്ചസ് എന്ന് പറയുന്ന ഡിസിഷൻ റൂളും ലീഫ് നോഡ് എന്ന് പറയുന്നത് ഔട്ട്കമ്മും. ഓക്കെ, ഇനി ഡിസിഷൻ ട്രീക്ക് 2 നോഡാണ് മെയിൻലി പറയുന്നത്. ഒന്ന് ഡിസിഷൻ നോഡും ഒന്ന് ലീഫ് നോഡും. ലീഫ് നോഡ് എന്താണെന്ന് പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദോസ് ഡിസിഷൻസ് എടുക്കുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് ലീഫ് നോഡ്. ഡിസിഷൻ നോഡ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു മേക്ക് എനി ഡിസിഷൻ ആൻഡ് ഹാവ് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്. അതായത് നമുക്ക് ഏത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ മെയിൻ നോഡിൽ നിന്ന് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വരുമ്പോഴാണ് ഇൻറ്റേർണൽ നോഡുകൾ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഡിസിഷൻ നോഡ് എന്ന് പറയുമ്പോഴത്തേനും യൂസ്ഡ് ടു മേക്ക് എനി ഡിസിഷൻ ആൻഡ് ഹാവ് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്, മീൻസ് ഒരുപാട് ബ്രാഞ്ചസും കാണും. നമുക്ക് എന്തോരം ഡിസിഷൻസ് വേണമെങ്കിലും അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ ഡിസിഷൻ ട്രീനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഡേറ്റ സെറ്റ്. അതായത് ഒരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യുക. കംപ്രസ്ഡ് ഓഫ് 3 ബൈനറി ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ്. ഇതിൻ്റെ അകത്ത് 3 ബൈനറി ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ബൈനറി മീൻസ് 0, 1 മാത്രം വരുന്നതുകൊണ്ട് ബൈനറി എന്ന് പറഞ്ഞാൽ 3 ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്, A1, A2, A3 ആൻഡ് 1 ബൈനറി ഔട്ട്പുട്ട്. അതുപോലെ ഔട്ട്പുട്ട് Y എന്ന് പറയുന്ന ഒരു ബൈനറി ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. കുറേ സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ സെറ്റ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, യൂസ് ദ ഡിസിഷൻ ട്രീ ലേണിംഗ് അൽഗോരിതം. സോ ഈ അൽഗോരിതം എന്താണെന്ന് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം പ്രോബ്ലം ചെയ്ത എക്സ്പീരിയൻസിൽ അൽഗോരിതം നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. ഓക്കെ, ആ ഡിസിഷൻ ട്രീ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ടു ലേൺ എ ഡിസിഷൻ ട്രീ ഫോർ ദീസ് ഡേറ്റ. ഈ ഡേറ്റയിൽ ഒരു ഡിസിഷൻ ട്രീ നമ്മൾ ഉണ്ടാക്കണം. ഷോ ദ കമ്പ്യൂട്ടേഷൻ നോട്ട് ടു റെപ്രസെൻറ്റ് ടു ഡിറ്റർമൈൻ ദ ആട്രിബ്യൂട്ട് ടു സ്പ്ലിറ്റ് ഈച്ച് നോഡ്. അതായത് ഓരോ നോഡും സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് വരുന്ന പ്രോസസ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ ട്രീ ഉണ്ടാക്കണം. അപ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമുക്ക് ഇൻപുട്ടായിട്ട് ഒരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്, നമ്മൾ കറസ്പോണ്ടിങ് ഡിസിഷൻ ട്രീ ഉണ്ടാക്കണം. വെച്ചാൽ ഔട്ട്പുട്ട് ഇങ്ങനെ എന്തൊക്കെയോ വരുമല്ലേ, ഇതുപോലൊരു ഡിസിഷൻ ട്രീ ഇതിൽ നിന്ന് ഉണ്ടാക്കണം. സോ ഡിസിഷൻ ട്രീയുടെ വർക്കിംഗ് ഈ പ്രോബ്ലം വെച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം.